ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൈക്കൻ അമർത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു മാനസിക അവസ്ഥയിലായിരിക്കണം, ആ ഒരു മനോഭാവത്തോടെ ആയിരിക്കണം ഈ റീഡിംഗ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു അദൃശ്യ ശക്തി നിങ്ങൾക്കും ഈ വ്യക്തിക്കും ചുറ്റിനും ഒരു സംരക്ഷണ വലയമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന ശത്രുക്കൾ പിന്തിരിഞ്ഞു പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് എനർജിയാണ്? നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രൊട്ടക്ഷൻ ഉണ്ടോ? അതുപോലെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശത്രുക്കൾ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ തടസ്സം നിൽക്കുന്ന ആൾക്കാർ, അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവരിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റുമോ? അല്ലെങ്കിൽ അവര് നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുമോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇനി ഈ പേഴ്സന്റെ എനർജി നോക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്നെ കിട്ടിയിട്ടുള്ളത് നമ്പർ 7 ആണ്. ഈ ഒരു കാർഡിന്റെ നമ്പർ 7 ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദ നമ്പർ 7 ആസ് ഒരു 7 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അത് യൂണിവേഴ്സൽ എനർജിയിൽ പറയുകയാണെങ്കിലും ഹൈന്ദവ വിശ്വാസത്തിൽ പറയുകയാണെങ്കിലും നമ്മൾ ആഴ്ചയിലാണെങ്കിലും 7 ദിവസമാണുള്ളത് അല്ലേ? അങ്ങനെ ഒരു 7 എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ന്യൂമറോളജിക്കലി ഒക്കെ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ 7, 77, 777, 7777 അതൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ അത്തരം ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോ ആ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും, ഇനിയിപ്പോ കണ്ടില്ല എന്ന് വിചാരിക്കുക, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് ദൈവം തീരുമാനിച്ചു വരുന്ന ഒരു മാറ്റമാണ്. അതായത് ദൈവം മുൻകൈ എടുത്തിട്ട് ഒരു മാറ്റം നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഇതൊരിക്കലും നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ വിചാരിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു വ്യത്യാസമല്ല, ഒരു ചേഞ്ച് അല്ല. ഇത് യാദൃശികമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ഒരു വ്യത്യാസമായിട്ടാണ്. അത് വലിയൊരു ബിഗ് ചേഞ്ച് ആയിരിക്കും. അത് കൊണ്ടുവരുന്നത് കംപ്ലീറ്റ്ലി ദൈവമായിരിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മാസങ്ങളും വർഷങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടായിരിക്കാം, എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്നാണ് ഈ ഒരു മാറ്റം വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര ഒരു പ്രധാന പങ്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചു വരുന്ന ഒരു വ്യത്യാസം കൂടിയാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇരുട്ടിൽ കിടന്നിരുന്ന പല കാര്യങ്ങളും വെളിച്ചത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഇരുട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പറ്റിക്കുന്ന ചിരിയാണെന്ന്, ചിരിച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല വ്യക്തികളെയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില വ്യക്തികൾ. ഓക്കെ, അങ്ങനെയുള്ള ചില വ്യക്തികൾ, അതായത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മറഞ്ഞു നിന്ന് നിങ്ങൾ രണ്ടുപേരും ചതിക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തികളുടെ സാന്നിധ്യമാണ് ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അവരുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നു, അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ അവര് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഉദ്ദേശം എന്താണ്, അവരെന്താണ് വിചാരിക്കുന്നത്, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ മറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും മറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഉദ്ദേശം എന്താണോ അത് മനസ്സിലാക്കാനുമുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ലോങ്ങിങ് ഫോർ ലവ് ആണ്, അതായത് ലോൺലിനെസ് ഈ വ്യക്തിയെ നന്നായി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റപ്പെടൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഐ മീൻ മറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, വഴക്കിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് ഈ വ്യക്തിക്ക് നന്നായി തന്നെ സങ്കടം തോന്നിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ പേഴ്സൺ ഏതൊരു സാഹചര്യത്തിലും ഈ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ്, നിങ്ങളെ കുറിച്ച് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സുവർണ നിമിഷങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഒറ്റപ്പെടൽ ഈ വ്യക്തിക്ക് മതിയായി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതും മറ്റൊരു സത്യം കൂടിയാണ്. അതായത് ഒറ്റപ്പെട്ടുള്ള ജീവിതം മതിയായി, ഇനി ഇങ്ങനെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു കൂട്ട് വേണം എന്നുള്ള ഒരു മനോഭാവവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളെ നന്നായി കെയർ ചെയ്യണമെന്നും സ്നേഹിക്കണമെന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായി സ്നേഹിക്കാൻ കഴിയാത്തത്. അതായത് ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തടസ്സങ്ങൾ വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സമാധാനമായിട്ട് സ്നേഹിക്കാനോ നിങ്ങളുടെ ആശയങ്ങളും സ്നേഹവും പങ്കുവെക്കാനോ പറ്റാറില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു ശത്രുക്കളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനുമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കെയർ നൽകാം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സംരക്ഷണം നൽകാം, നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കാം, ഇതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ്. കാരണം ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇമാജിനേഷൻ ആണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം ഇമാജിനേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ആദ്യമൊക്കെ ഒരുപക്ഷെ ഇത്രയും ഒരു ഇമാജിനേഷനോ മാനിഫെസ്റ്റേഷനോ ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം അത്രമാത്രം വേദനിക്കുന്നുണ്ട്, നിങ്ങളുടെ സാന്നിധ്യം താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വണ്ടർമെന്റ് ആണ്. അതായത് ഫോളോ യുവർ പാഷൻ ആണ്. ഏഞ്ചൽസ് ആണ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വരാം, തടസ്സങ്ങൾ വരാം, ശത്രുക്കൾ വരാം. പക്ഷെ നിങ്ങളുടെ ആഗ്രഹവുമായി നിങ്ങൾ പുറകിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടവും ആഗ്രഹവും സ്വപ്നവുമായി മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഏഞ്ചൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അദൃശ്യ ശക്തി എന്ന് പറയുന്നത് കാളിമായുടെയാണ്. ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.
എനർജറ്റിക് ക്ലിയറിംഗ് ആണ്. കാരണം പലതരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പലതരത്തിലുള്ള വ്യക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എനർജറ്റിക് ക്ലിയറിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള സൂക്ഷ്മ ശക്തികൾ, നെഗറ്റീവായിട്ടുള്ള എനർജീസ്, അത് നല്ല രീതിയിൽ തന്നെ കട്ട് ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. അത് കാളിമയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാളി ഭക്തരായിരിക്കാം, ഭദ്രകാളി ദേവിനെ നന്നായിട്ട് ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം, പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രതിസന്ധിയിലേക്ക് പോയാലും ഈ കാളിയമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, നിങ്ങളുടെ ഭാവി പരിപാടികളായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിട്ടുകളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിനൊന്നും വലിയ സാധ്യതയില്ല, ഇതുകൊണ്ടൊക്കെ ഒരു കാര്യവുമില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു നല്ലൊരു റിസൾട്ട്, നല്ലൊരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ ഡിവൈൻ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. പോരാത്തതിന് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹവും ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും ദേവി നിങ്ങളോടൊപ്പം ഉണ്ട്. ആ ഒരു ഡിവൈൻ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു റിസൾട്ട് കാണാത്തത് അതിന്റെ സമയമാവാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശത്രുക്കളെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.